ഉം. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഒരു ബിഗ് താങ്ക്സ്. കാരണം ഇത്രയും വൈഡായിട്ട് നല്ല റെസ്പോൺസുകൾ നമുക്ക് കിട്ടുന്നു. അപ്പം അത് ഈ പടം എല്ലാവരും സ്വീകരിച്ചതിലാണ് എല്ലാവരുടെയും ഞങ്ങൾ ടീം അംഗങ്ങളുടെ പേരിലും പേഴ്സണലിയും എല്ലാവരോടും നന്ദി പറയുകയാണ്. ആഹ് ഒത്തിരി ഏത് ആർട്ടിസ്റ്റ് ആണേലും ആഗ്രഹിക്കുന്നതാണ് ഇതേപോലെ ഒരു സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പാസിംഗ് ഷോട്ട് ആണേലും കിട്ടണം എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഒന്ന് തരുണിന്റെ പടം, തരുൺ മൂർത്തി ഡയറക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാലം എപ്പോഴും നമ്മളൊരു ഡയറക്ടറിന്റെ പേര് നോക്കി സിനിമ കാണാൻ പോകുന്ന ഒരു ആഹ് ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ് ശരിക്കും. തരുൺ മൂർത്തി എന്നൊരു ഡയറക്ടറിൽ വിശ്വാസം അർപ്പിച്ച് ഈ ഒരു സിനിമ കാണാനായിട്ട് വരുന്നത്. അതൊന്ന്. പിന്നെ ലാൽ സർ, ശോഭന മാം കോംബോ, ഏകദേശം 15 വർഷത്തിന്റെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഇവരെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ വീണ്ടും കാണുന്നത്. എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോംബോ. അപ്പൊ അവരെ കാണാനായിട്ട് എന്തായാലും മലയാളികൾ ഇടിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആക്ച്വലി ഈ റോളിലേക്കല്ല മറ്റൊരു റോളിലേക്കായിരുന്നു ആദ്യം വിളിച്ചതെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത്. അത് ശരിയാണോ? അല്ല, അതാരാണോ പറഞ്ഞത്? ആദ്യം നമുക്ക് അത് പറയൂ. നമുക്ക് ന്യൂസ് കിട്ടിയതാണ്. നമുക്ക് കിട്ടിയ ന്യൂസിൽ അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അത് ശരിയാണോ അപ്പൊ? എനിക്കറിയില്ല അത് നിങ്ങൾ എവിടുന്നാണ് എനിക്കൊന്നും അറിയില്ല. എന്നെ ഓക്കെ. സംബന്ധിച്ചിടത്തോളം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. തരുണിന്റെ മറ്റ് 2 പടങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പടം കഴിയുമ്പോഴും തരുണായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ തരുണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണ്. സ്റ്റേജിൽ നിന്നാണെങ്കിലും എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് തരുൺ മൂർത്തി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനാണെങ്കിലും നമ്മൾ അത് ചെയ്തിട്ടുള്ള 2 പടങ്ങൾ കണ്ടിട്ടാണെങ്കിലും ഒരു വലിയൊരു ഫാൻ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പൊ കോണ്ടാക്ട് അടുത്ത പടത്തിൽ മേ ബി ഉണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു റോൾ പ്രതീക്ഷിക്കാം. ചേച്ചിയുടെ ഒരു നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഏഹ് അപ്പൊ അടുത്ത എന്തോ പടത്തിൽ മേ ബി നമുക്ക് ചേച്ചിയുടെ നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാം. ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാനും അങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നു. പടത്തിന് വിളിച്ചപ്പോ ഒത്തിരി സന്തോഷം. നമുക്ക് ഒരിക്കലും അങ്ങനെ നോ പറയില്ലല്ലോ. ഇപ്പൊ ഞാനല്ല, ഇപ്പൊ വേറെ ആര് വിളിച്ചാലും, വേറെ ഏതൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചാലും ഇങ്ങനെ ഒരു സിനിമയുണ്ട് വരുമോന്ന് ചോദിച്ചാൽ ഒരിക്കലും എന്തായാലും നോ എന്ന് ആരും പറയില്ല. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചേച്ചി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റില് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വരപ്പിക്കുക എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഹ, ആ അങ്ങനെ ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് കുറെ നാളുകൾക്ക് ശേഷം പ്രേക്ഷകരെല്ലാം കണ്ട് ത്രില്ല് അടിച്ചിട്ട് കോരിത്തരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ വന്നതിനെ പറ്റി എന്താണ് മാമിന്റെ റെസ്പോൺസ് എന്താണ്? ലൈക് അല്ല എന്തായിരുന്നു ആ പോസ്റ്റ് ഇത് ഇട്ടതിന്? അല്ല ഇതിപ്പോ എന്താ വെച്ചാല്, ഇപ്പൊ ലാലേട്ടനല്ല, ഏതൊരു ആക്ടറിനാണെങ്കിലും ആ ഒരു ആക്ടറിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റിലും ക്യാരക്ടറിലും ആയിരിക്കും അത് അവര് പെർഫോം ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ഡയറക്ടർ കൊടുക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഇതിലും പെർഫോമൻസിലും മീൻസ് സ്ക്രിപ്റ്റ് വൈസ് ആണ് നമ്മള് ആ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്നുള്ള പെർഫോമൻസ് വരുന്നത്. പക്ഷെ ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മള് ഏഹ് ഇപ്പൊ പഴയ ലാലേട്ടനെ ഇപ്പൊ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പലരും പറയുമ്പോ അത് ശരിക്കും അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തുടരുമില് അതേപോലുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കൊടുത്തു. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടനെയാണ് തരുൺ അതില് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒബിയസ്ലി അത്രയും ഒരു കംപ്ലീറ്റ് ആക്ടർ. അപ്പൊ ഒരു കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ലാലേട്ടനെ കാണുകയാണ്. അങ്ങനെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. തന്നെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ലാലേട്ടനല്ല, ലോകത്തെ ഏത് ആക്ടറിനാണെങ്കിലും കിട്ടുന്നതിനനുസരിച്ചാണ് പെർഫോം ചെയ്യുന്നതും ആ ക്യാരക്ടർ അവതരിപ്പിക്കാനും സാധിക്കുന്നത്. അപ്പൊ അത്തരം നല്ല സ്ക്രിപ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് പഴയ ലാലേട്ടനെ ഇപ്പൊ കാണാനില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞു ഒരാളെ ഇങ്ങനെ തേജോവധം ചെയ്യരുതല്ലോ. അപ്പൊ ഇത്തരം നല്ല ക്യാരക്ടേഴ്സും സിനിമകളും വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ആഗ്രഹിച്ച ആ ലാലേട്ടനെ തന്നെ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കുറ്റം പറഞ്ഞ ആൾക്കാർ തന്നെ അത് തിരുത്തി പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇതാണ് അതിന്റെ റീസൺ. അല്ലാതെ അഭിനയിക്കാൻ മറന്നുപോയത് കൊണ്ടോ അല്ലെങ്കിൽ പഴയ ആള് പോയി ഇപ്പൊ പുതിയ ആളാണ് അതൊന്നല്ല. കിട്ടണ്ടേ, തരണ്ടേ. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ എന്നോട്
ചോദിച്ചില്ലേ ഇപ്പൊ അടുത്ത നല്ല ക്യാരക്ടറിലായിട്ട് വരുമായിരിക്കുമല്ലേ എന്ന്. അതെ, അതെ. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് തരുന്നവരോടാണ് ചോദിക്കേണ്ടത്. ആർട്ടിസ്റ്റിന് തരുന്നത് പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ. ആ, ആ, തരുന്നവരോട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പൊ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുറ്റം പറയുന്നത് ഓക്കെ. അപ്പൊ തിരുത്തി പറയും എല്ലാ എന്നുള്ളത്. പ്രേക്ഷകരെയും പോലെ തന്നെ ചേച്ചി ഇപ്പൊ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒരുപാട് സന്തോഷമാണ് ഇപ്പൊ ഈ ഒരു പടം ഇത്രയും ഹിറ്റ് ആയതിൽ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിലൊരു പാർട്ടായി എന്നുള്ളതിലാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ആരും കാണാത്ത സിനിമയിൽ 100 സീൻ അഭിനയിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും ഒരു വിജയ ചിത്രത്തിന്റെ ഭാഗമാവുക, പാസിംഗ് ഷോട്ട് ആണെങ്കിലും കിട്ടിയാൽ അത്രയും സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളും വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓക്കെ. എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. ഓക്കെ. താങ്ക് യു സോ മച്ച് ചേച്ചി. നമ്മുടെ മസ്റ്റ് വാച്ച് മലയാളത്തിന്റെ കൂടെ ചേർന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. ഓക്കെ.